ടു ഇംഗ്ലീഷ് ലോഞ്ച്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും സിമ്പിൾ ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് കുഞ്ഞു ക്ലാസ്സിലെ നമ്മൾ പഠിക്കുന്നതാണല്ലേ. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി, ഇതെല്ലാം ഓൾറെഡി നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിക്കുന്നതാണ്. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഡിഗ്രീസ് ഓഫ് കമ്പാരിസനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. സോ നമുക്ക് സെഷനിലോട്ട് കിടക്കാം. ഡിഗ്രീസ് ഓഫ് കമ്പാരിസനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേ. ഇതിന്റെ പേര് പോലെ തന്നെ കമ്പാരിസൺ അല്ലെ. കമ്പാരിസൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തോ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ നമ്മൾ യൂസ് ചെയ്യുന്നത് കമ്പയർ ചെയ്യാനാണ്. ആരെ കമ്പയർ ചെയ്യാനാണ്? രണ്ടോ അതിലധികമോ വ്യക്തികളെ, വസ്തുക്കളെ അല്ലെങ്കിൽ സ്ഥലങ്ങളെ ഒക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും മനസ്സിലായല്ലോ. അപ്പൊ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ടോ അതിലധികമോ വ്യക്തികളെ അല്ലെങ്കിൽ വസ്തുക്കളെ, സ്ഥലങ്ങളെ ഒക്കെ കമ്പയർ ചെയ്യാനാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ യൂസ് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, ഈ അഡ്ജക്റ്റീവ്സ് ഓർ ആഡ്വേർബ്സിനാണ് ഈ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ വരുന്നത്. ഓക്കെ, ഈ ഡിഗ്രീസ് ഓഫ് കമ്പാരിസനെ മൂന്നായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ഒന്നാമത്തത് പോസിറ്റീവ് ഡിഗ്രി, പോസിറ്റീവ് ഡിഗ്രി, comparative degree, and third one is superlative degree. Okay, അപ്പൊ ഡിഗ്രീസ് ഓഫ് കമ്പാരിസനെ മൂന്നായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. പോസിറ്റീവ് ഡിഗ്രി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെയൊക്കെ പ്രത്യേകത കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോസിറ്റീവ് ഡിഗ്രി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ടോം ഈസ് എ ക്ലെവർ ബോയ്. ടോം ഈസ് എ ക്ലെവർ ബോയ്. ഞാനിവിടെ പറയുന്നത് ആരെ കുറിച്ചിട്ടാണ്? ടോമിനെ കുറിച്ചിട്ടല്ലേ പറയുന്നത്. ടോം എന്ന വ്യക്തിയുടെ പ്രത്യേകതയാണ് ഞാനിവിടെ പറയുന്നത്. എന്ത്? ക്ലെവർ ആണെന്നുള്ളത് അല്ലെ. അപ്പൊ ക്ലെവർ എന്ന് പറയുന്നത് ടോം എന്ന വ്യക്തിയുടെ പ്രത്യേകതയാണ്. ഇവിടെ ഒരാളെ കുറിച്ചിട്ടല്ലേ പറയുന്നത്. അപ്പൊ മനസ്സിലാക്കുക, പോസിറ്റീവ് ഡിഗ്രി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ, ഒരു സ്ഥലത്തിന്റെ, ഒരു വസ്തുവിന്റെ ഒക്കെ പ്രത്യേകത കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോസിറ്റീവ് ഡിഗ്രി നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ കമ്പാരിറ്റീവ് ഡിഗ്രി നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ടിലധികം അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ വസ്തുക്കളെ അല്ലെങ്കിൽ വ്യക്തികളെയൊക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പാരിറ്റീവ് ഡിഗ്രി നമ്മൾ യൂസ് ചെയ്യുന്നത്. കമ്പാരിറ്റീവ് യൂസ് ചെയ്യുന്നത് രണ്ട് വസ്തുക്കളെ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളെ ഒക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പാരിറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറയാണ് ടോം ഈസ് ക്ലെവറർ ദാൻ റയാൻ. ഇവിടെ പറയുന്നത് എന്താണ്? ടോം റയാനേക്കാളും ക്ലെവറർ ആണെന്നല്ലേ പറയുന്നത്. ടോം ഈസ് ക്ലെവറർ ദാൻ റയാൻ. അപ്പൊ ഇവിടെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കമ്പാരിസൺ അല്ലേ നടക്കുന്നത്. ടോമും റയാനും തമ്മിലുള്ള കമ്പാരിസൺ ആണ് നടക്കുന്നത് അല്ലേ. അപ്പൊ ഇവിടെ ഏത് ഡിഗ്രി ആണെന്ന് നമുക്ക് പറയാം? കമ്പാരിറ്റീവ് ഡിഗ്രി ആണെന്ന് പറയാം അല്ലേ. അപ്പൊ കമ്പാരിറ്റീവ് ഡിഗ്രി രണ്ട് വ്യക്തികളെ, രണ്ട് വസ്തുക്കളെ അല്ലെങ്കിൽ രണ്ട് സ്ഥലങ്ങളെ ഒക്കെ കമ്പയർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തത് സൂപ്പർലേറ്റീവ് ഡിഗ്രി. സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് വെച്ചാൽ ലാർജർ യൂണിറ്റ്സിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറയാണ് ടോം ഈസ് ദ ക്ലെവറസ്റ്റ് ബോയ് ഇൻ ദി ക്ലാസ്. ടോം ഈസ് ദി ക്ലെവറസ്റ്റ് ബോയ് ഇൻ ദി ക്ലാസ്. ക്ലാസ്സില് എല്ലാവരിലും വെച്ച് ക്ലെവറസ്റ്റ് ആണ് ആര്? ടോം. അപ്പൊ ക്ലാസ്സിലുള്ള എല്ലാവരും വെച്ചിട്ടല്ലേ ഞാൻ ടോമിനെ കമ്പയർ ചെയ്യുന്നത്. ലാർജർ യൂണിറ്റ്സിനെ വെച്ചിട്ടല്ലേ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ഒരു ലാർജർ യൂണിറ്റ്സിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? പോസിറ്റീവ് ഡിഗ്രി എന്ന് വെച്ചാൽ ഒരു വ്യക്തി, ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ ഒക്കെ പ്രത്യേകത കാണിക്കാൻ പോസിറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യുന്നു. കമ്പാരിറ്റീവ് ഡിഗ്രി നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് വ്യക്തികളുടെ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളുടെ അല്ലെങ്കിൽ രണ്ട് സ്ഥലങ്ങളുടെ ഒക്കെ തമ്മിലുള്ള കമ്പാരിസൺ കാണിക്കാൻ കമ്പാരിറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യുന്നു. ലാർജർ യൂണിറ്റ്സ് തമ്മിലുള്ള കമ്പാരിസൺ കാണിക്കാൻ സൂപ്പർലേറ്റീവ് ഡിഗ്രിയും യൂസ് ചെയ്യുന്നു. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കണ്ടു നോക്കാം. സോ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് 3 എക്സാമ്പിൾസ് കാണാം അല്ലേ.
ആദ്യത്തെ കേസ് പറയുന്നത് എന്താണ്? രാമാസ് ഹൗസ് ഇസ് ന്യൂ. ഇവിടെ ആരെ കുറിച്ചാ പറയുന്നത്? രാമ എന്ന വ്യക്തിയെ കുറിച്ചിട്ടല്ലേ പറയുന്നത്? ഒരാളല്ലേ ഇവിടെയുള്ളൂ. രാമന്റെ വീടിന്റെ പ്രത്യേകതയെ കുറിച്ച് പറയുന്നുണ്ടല്ലേ. രാമന്റെ വീട് പുതിയതാണെന്നാണ് പറയുന്നത്, ന്യൂ അല്ലേ. സോ ഇവിടെ ഒരു വ്യക്തിയുടെ വീടിന്റെ പ്രത്യേകതയെ കുറിച്ചിട്ടല്ലേ പറയുന്നത്. ഇത് ഏത് ഡിഗ്രി ആണെന്ന് നമുക്ക് പറയാം? പോസിറ്റീവ് ഡിഗ്രി ആണെന്ന് പറയാം അല്ലെ. കാരണം പോസിറ്റീവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ ഒക്കെ പ്രത്യേകതയെ കാണിക്കുന്നതാണ് പോസിറ്റീവ് ഡിഗ്രി. ഇവിടെ രാമന്റെ വീട് പുതിയതാണെന്നാണ് പറയുന്നത്. രാമ അതായത് ഒരാളെ ഉള്ളൂ. സോ ഇത് നമുക്ക് പോസിറ്റീവ് ആണെന്ന് പറയാം. പക്ഷെ രണ്ടാമത്തെ കേസ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഹരീസ് ഹൗസസ് ന്യൂവർ ദാൻ രാമാസ്. ഇവിടെ രണ്ടുപേര് തമ്മിലുള്ള കമ്പാരിസൺ അല്ലേ നടക്കുന്നത്. അതായത് ഹരിയുണ്ട് രാമയുണ്ട് അല്ലെ. ഹരിയുടെ വീടാണ് രാമന്റെ വീടിനെക്കാളും പുതിയത് എന്നാണ് പറയുന്നത്. ഹരീസ് ഹൗസസ് ന്യൂവർ ദാൻ രാമാസ്. അപ്പൊ ഇവിടെ രാമന്റെയും ഹരിയുടെയും വീടുകൾ തമ്മിലുള്ള കമ്പാരിസൺ അല്ലേ കാണിക്കുന്നത്. അപ്പൊ രണ്ട് യൂണിറ്റ്സ്, രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കൾ, രണ്ട് സ്ഥലങ്ങൾ, ഇവർ തമ്മിലുള്ള കമ്പാരിസൺ കാണിക്കുന്ന ഡിഗ്രി ഏതാണ്? കമ്പാരിറ്റീവ് ഡിഗ്രി ആണ്. സോ ഇതിനെ നമുക്ക് ഏത് ഡിഗ്രി എന്ന് പറയാം? കമ്പാരിറ്റീവ് ആണെന്ന് പറയാം. പക്ഷെ മൂന്നാമത്തെ ശ്രദ്ധിച്ചോ? ഗോപീസ് ഹൗസ് ഇസ് എ ന്യൂവസ്റ്റ് ഓഫ് ഓൾ. ഇവരാരുമല്ല, ഗോപിയുടെ വീടാണ് ഇവരെല്ലാവരിലും കാളും പുതിയത് എന്നാണ് പറയുന്നത് അല്ലെ. രാമന്റെയും ഹരിയുടെയും അല്ല, ഗോപിയുടെ വീടാണ് ഇവരെല്ലാവരെയും കാളും പുതിയതെന്ന് പറയുമ്പോൾ ലാർജർ യൂണിറ്റ്സിനെ അല്ലേ ഇവിടെ കമ്പയർ ചെയ്യുന്നത്. സോ ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ കമ്പാരിറ്റീവ് ഡിഗ്രി രണ്ട് യൂണിറ്റ്സിനെ കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നു. സൂപ്പർലേറ്റീവ് ഡിഗ്രി ലാർജർ യൂണിറ്റ്സിനെ കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നു. പോസിറ്റീവ് ഡിഗ്രി ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെയൊക്കെ പ്രത്യേകതയും കാണിക്കുന്നു. അപ്പൊ ഇതവിടെ ഇരിക്കട്ടെ. ഇനി ഈ പോസിറ്റീവും കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും എങ്ങനെയാണ് ഫോം ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇത്രയേ ഉള്ളൂ. പോസിറ്റീവ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിരിക്കും. അതായത് ഇപ്പൊ പറയുകയാണെങ്കിൽ ടോള്, ബിഗ്, ഫാസ്റ്റ്, മനസ്സിലായോ? അഡ്ജക്റ്റീവ്സ് ആയിരിക്കും. ഈ അഡ്ജക്റ്റീവിന്റെ കൂടെ ER ചേർത്തിട്ടാണ് കമ്പാരിറ്റീവ് ഡിഗ്രി ഫോം ചെയ്യുന്നത്. മനസ്സിലായോ? പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് തന്നെയായിരിക്കും. ഞാൻ പറഞ്ഞു ഒരാളുടെ പ്രത്യേകതയൊക്കെ കാണിക്കുന്നതാണ് പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ഈ പോസിറ്റീവ് ഡിഗ്രി അല്ലെങ്കിൽ ഈ അഡ്ജക്റ്റീവിന്റെ കൂടെ ER ചേർത്താണ് നമ്മൾ എന്ത് ഫോം ചെയ്യുന്നത്? കമ്പാരിറ്റീവ് ഡിഗ്രി ഫോം ചെയ്യുന്നത്. ഇപ്പൊ ന്യൂ, ന്യൂവർ, ഫാസ്റ്റ്, ഫാസ്റ്റർ, ബിഗ്, ബിഗ്ഗർ, ടോൾ, ടോളർ, ക്ലെവർ, ക്ലെവറർ. മനസ്സിലായോ? ഇവിടെ എല്ലാം ER ചേർത്താണ് കമ്പാരിറ്റീവ് ഡിഗ്രി നമ്മൾ ഫോം ചെയ്യുന്നത്. പക്ഷേ സൂപ്പർലേറ്റീവ് ഡിഗ്രി നമ്മൾ ഫോം ചെയ്യുന്നത് EST ചേർത്തിട്ടാണ്. പോസിറ്റീവ് ഡിഗ്രിയുടെ കൂടെ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് അഡ്ജക്റ്റീവിന്റെ കൂടെ EST ചേർത്താണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി ഫോം ചെയ്യുന്നത്. ഇപ്പൊ ന്യൂ ആണെങ്കിൽ നോക്കിക്കേ, ആദ്യം ന്യൂ വന്നു, കമ്പാരിറ്റീവ് ER ചേർക്കുമ്പോൾ ന്യൂവർ ആയി. സൂപ്പർലേറ്റീവ് എങ്ങനെ വന്നു? ന്യൂവെസ്റ്റ് വന്നു. അതുപോലെ ബിഗ്, ബിഗ്ഗർ, ബിഗ്ഗസ്റ്റ്, ഷോർട്ട്, ഷോർട്ടർ, ഷോർട്ടസ്റ്റ്, ഫാസ്റ്റ്, ഫാസ്റ്റർ, ഫാസ്റ്റസ്റ്റ്, ക്ലെവർ, ക്ലെവറർ, ക്ലെവറസ്റ്റ്. മനസ്സിലായോ? അപ്പൊ ER ചേർത്തിട്ട് കമ്പാരിറ്റീവ് ഡിഗ്രിയും ER ചേർത്ത് കമ്പാരിറ്റീവ് ഡിഗ്രിയും EST ചേർത്തിട്ട് സൂപ്പർലേറ്റീവ് ഡിഗ്രിയും നമ്മൾ ഫോം ചെയ്യും. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണേ, കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ എപ്പോഴും ദാൻ ഫോളോ ചെയ്തിട്ടായിരിക്കും വരിക. കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ എപ്പോഴും ആര് കാണും? ദാന് കാണും. പക്ഷേ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ ദ ആയിരിക്കും വരിക. മനസ്സിലായോ? സൂപ്പർലേറ്റീവ് ഡിഗ്രി എപ്പോഴും ദ ഫോളോ ചെയ്തിട്ടും കമ്പാരിറ്റീവ് ഡിഗ്രി എപ്പോഴും ദാൻ ഫോളോ ചെയ്തിട്ടായിരിക്കും വരിക. അപ്പൊ ഇത്രയും മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇറഗുലർ കമ്പാരിറ്റീവ്സ് എന്താണെന്ന് നോക്കാം. സോ ഇറഗുലർ കമ്പാരിറ്റീവ്സിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ പോസിറ്റീവ് കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആദ്യം നമുക്ക് ന്യൂ എന്ന് തന്നെ തുടങ്ങാം അല്ലേ. ന്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. കമ്പാരിറ്റീവ്